to topic, that is permanent tissue, adile thanne simple tissue. Okay, permanent tissue, simple tissue, first type, that is parenchyma. Okay, then see the characters of first parenchyma. Then here parenchyma ennu parayumbol endu orkandathu, it is a tissue, a type of tissue, and it is a simple tissue. Simple tissue parayan kaaranam endha, it is made up of one type of cells, and they are isodiametric in shape. That is commonly they are isodiametric in shape. Isodiametric എന്ന് പറയുന്ന സമയത്ത് എന്താണ്, ഇതേപോലെ ഇങ്ങനെ നമ്മൾ സെൽസിനെ വരയ്ക്കുന്ന സമയത്ത് എപ്പോഴും ഇതുപോലെ ഇങ്ങനെ ചേർത്ത് വെച്ച് വരയ്ക്കാറുണ്ട് അല്ലേ. ഐസോഡയമെട്രിക് ഷേപ്പ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെ ബോക്സ് പോലെ വരയ്ക്കാറുണ്ട്. ദാറ്റ് ഈസ് ഐസോഡയമെട്രിക് ഇൻ ഷേപ്പ്. ഓർ ദേ മേ ബി, നെക്സ്റ്റ് ലൈൻ, ദേ മേ ബി സ്പെറിക്കൽ, ഓവൽ ഓർ റൗണ്ട്, പോളിഗോണൽ ഓർ ഇലോങ്ങേറ്റഡ് ഇൻ ഷേപ്പ്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയുള്ളതാവാം, അല്ലെങ്കിൽ ഐസോഡയമെട്രിക്കിൽ തന്നെ എങ്ങനെയാവാം, ചിലപ്പം സ്പെറിക്കൽ ഷേപ്പ് ആവാം, മീൻസ് ഈ ഒരു ഷേപ്പിൽ കാണാം. ഓർ ഓവൽ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഈ രീതിയിലുള്ള സെൽസ് ആയിരിക്കാം, ഒരു ടിഷ്യൂവിൽ കാണുന്ന സെൽസ് ഓവൽ ആവാം, ഓർ സ്പെറിക്കൽ ഓർ റൗണ്ട് ഷേപ്പ് ആവാം. പോളിഗോണൽ, ദാറ്റ് ഈസ് ഈ വരച്ചിരിക്കുന്നത് തന്നെയാണ് എന്ത്, പോളിഗോണൽ ഷേപ്പ്. ഓർ ഇലോങ്ങേറ്റഡ് ഇങ്ങനെ നീളത്തിലുള്ള സെൽസും ആവാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെങ്കിലും പല രീതിയിൽ ഇതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. എല്ലാം ഒരേപോലെ ആയിരിക്കും, അവരൊരുമിച്ച് ചേർന്നാണ് പാരൻകൈമയായിട്ട് മാറുന്നത്. നെക്സ്റ്റ്, their walls are thin and made up of cellulose. This point is important. Parenchyma cell wall is thin. Thin means കട്ടി കുറഞ്ഞതാണ്. And they are made up of what? Cellulose. We know plant cell wall is mainly made up of cellulose. Cellulose is the basic structure, a basic component present in the cell wall. അപ്പോൾ beside the cellulose, many extra materials are there that we will discuss in our upcoming sessions. Here we know walls are very thin. Thin ആണ്, കട്ടി കുറഞ്ഞതാണ്. And they are made up of what? Cellulose. And they may be either closely packed. This cells, അപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്ന സെൽസ് may be either closely packed or have small intercellular spaces. Either closely packed എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുറേ സെൽസ് ഉണ്ട്, അവരെങ്ങനെയായിരിക്കും, ഒന്നുകിൽ ക്ലോസ്ലി പാക്ഡ്, അടുത്തടുത്ത് നിൽക്കുകയായിരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിവിടെ വരച്ചതുപോലെ ഒരു സെൽ, അതിനോട് ക്ലോസ്ലി അറ്റാച്ച്ഡ് അനദർ സെൽ, ആൻഡ് ഹിയർ ഓൾസോ ദ നെക്സ്റ്റ് സെൽ ഹിയർ, ലൈക്ക് ദാറ്റ്. ദേ ഹാവ് നോ സ്പേസ് ബിറ്റ്വീൻ സെൽസ്. ഓരോ സെൽസിൻ്റെ ഇടയിൽ എന്തില്ല, സെൽസിൻ്റെ ഇടയിൽ സ്പേസ് ഇല്ല. ഓക്കെ, ദാറ്റ് സ്പേസ് ഇസ് ആക്ച്വലി കോൾഡ് വാട്ട്? ഇന്റർ സെല്ലുലാർ സ്പേസ്. കുറേ സെൽസ് ഉണ്ടാകുമ്പം ഇടയിൽ വരുന്ന സ്പേസ് ആണ് ഇന്റർ സെല്ലുലാർ സ്പേസ്. So here parenchyma cells may either very closely packed, അപ്പോൾ very closely packed without intercellular space, or have intercellular spaces. ചില കേസിൽ എന്തുണ്ടാവും, intercellular. ഇതേപോലെ polygonal shape ആണെങ്കിൽ we can arrange them without intercellular space. But what about here in the case of spherical or oval shape, അല്ലേ, we cannot closely packed this type of model. ഇതിനെ closely pack ചെയ്യാൻ എങ്ങനെ കഴിയില്ല. എങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഇടയിൽ എന്ത് വരും, സ്പേസ് വരും അല്ലേ. നമുക്ക് വരച്ച് നോക്കാം. Here if the cells are spherical or oval or round in shape, they arranged, we cannot arrange them very closely. Okay, in between this there should be a space. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും, സ്പേസ് ഉണ്ടാവും. ആൻഡ് ദിസ് സ്പേസ് അല്ലേ, ഇടയിൽ സ്പേസ് ഉണ്ടാവും. റൗണ്ട് ആയ കാര്യങ്ങൾ ഒരിക്കലും ക്ലോസ് പാക്ക് ചെയ്യാൻ കഴിയില്ല, അതിനിടയിൽ സ്പേസ് വരും. ആ സ്പേസ് ആണ് എന്ത്, ഇന്റർ സെല്ലുലാർ സ്പേസ്. ഓക്കെ, so they are either closely packed like this or have small intercellular spaces like this in second diagram. Okay, and here this closely packed ആയതിന് വേണമെങ്കിൽ ഒരു ടേം നമ്മൾ യൂസ് ചെയ്യും, വേണ്ട ആൾക്കാർ ഓർമ്മിച്ച് വെക്കുക, എക്സ്ട്രാ പോയിന്റ് ആണ്. they are called angular parenchyma എന്നാണ് പറയാം. Okay, then next go to the functions of this parenchyma. What are the important functions performed by this parenchyma? First function is photosynthesis. Okay, they mainly participate in photosynthesis. That is when we look at the structure of a leaf, internal structure of a leaf, it consists of different type of cells. അപ്പോൾ ആ ഒരു സെൽസ് നോക്കുമ്പം നല്ല നീളത്തിലുള്ള സെൽസും ഇതേപോലെ റൗണ്ട് ടൈപ്പ് സെൽസൊക്കെ നമുക്കൊരു ലീഫ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കാണാൻ പറ്റും. ആൻഡ് ദറ്റ് സെൽസ് ആർ പ്ലെൻറ്റി ഓഫ് ദിസ് ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുക, ഇപ്പം ഇഫ് ദ സെൽസ് ആർ പ്രസൻറ്റ് ഇൻ ദ ലീവ്സ്, it have plenty of chloroplast like this. Okay, so we can say them chlorenchyma. അപ്പോൾ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, chlorenchyma എന്ന് വേണമെങ്കിൽ വിളിക്കാം. A parenchyma with
Chloroplast is called what? Chlorenchyma. This chlorenchyma cells are distributed all over world, that is എവിടെയാണുള്ളത്? All over the leaf. Okay. So അപ്പോൾ ഇതുപോലെ ക്ലോറോപ്ലാസ്റ്റ് ഉള്ള പാരൻകൈമയാണെങ്കിൽ they can perform photosynthesis. Clear? Next function is what? Storage. Okay, storage. If this type of parenchyma cells are present in any other part like a root or stem part, etc., they can store reserve food material. അപ്പോൾ reserve food material സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ വേറെ ഫംഗ്ഷൻ ആണ് എന്ത്? സ്റ്റോറേജ് ഓഫ് റിസർവ് ഫുഡ് മെറ്റീരിയൽ. സോ സ്റ്റോറേജ് ഫംഗ്ഷനിൽ ഹെൽപ്പ് ചെയ്യും. നമുക്കറിയാം റൂട്ട് ട്യൂബേഴ്സ് നമ്മൾ പഠിച്ചു അല്ലേ, റൂട്ട് റിസർവ് ഫുഡ് മെറ്റീരിയൽ സ്റ്റോർ ചെയ്യുന്ന ട്യൂബേഴ്സ് ആയി മാറുന്നു. ഓർ അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഓൾസോ സ്റ്റോർ റിസർവ് ഫുഡ് മെറ്റീരിയൽ ആൻഡ് ബിക്കം ദേ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, പ്രൊപ്പഗ്യൂൾസ്. ഓക്കെ, സോ ഓൾ ദി സ്ട്രക്ചർ സ്റ്റോർ റിസർവ് ഫുഡ് മെറ്റീരിയൽ. സോ അനദർ ഫംഗ്ഷൻ വി consider as a storage. Then another one, that is secretion. Secretion, that is some type of parenchyma cells act as a simple gland and they secrete a special type of resins or gum like a plant extract. Okay, അപ്പോൾ plants എന്നുള്ള ചില secretions ഉണ്ട്. ചില plant കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന secretions ഉണ്ട്. ഫോം ഓഫ് ഗമ്മിൻ്റെ രൂപത്തിൽ വരുന്ന കാണാം. ഓർ റബ്ബറിലൊക്കെയാണ് ലാറ്റക്സ് ഒക്കെ പോലെ കുറേ സെക്രീറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെയുള്ള ഇപ്പോൾ ചിലതിൽ ആരോമാറ്റിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ട്. ചില പ്ലാന്റ് തൊട്ട് കഴിഞ്ഞാൽ ചില സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സ്ഥലത്തൊക്കെ സെക്രീഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നതും ആരാണ്? പാരൻകൈമ. ഓക്കെ, സോ ദിസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ. റിമെമ്പർ, ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫോട്ടോസിന്തസിസ്, സ്റ്റോറേജ്, സെക്രീഷൻ are the important function performed by parenchyma. Okay, then once again go to this one, parenchyma. Now we are discussing our permanent tissue. Of this permanent tissue, first type is simple tissue. Simple tissue, first example parenchyma. Okay, and when we consider the shape, isodiametric, polygonal, oval, round, etc. Okay, and the cell wall is very thin and it is made up of cellulose. The next point, they may be either closely packed without intercellular space like this in polygonal or shape, and such type we can call it as angular parenchyma, or in some cases they have small intercellular spaces like this in this diagram. Okay, and the important function, photosynthesis, storage and secretion. Then go to our next type of simple tissue, that is collenchyma. Okay, second type collenchyma. Okay, second simple tissue collenchyma. Then go to the characters. They occur in layers below epidermis. Okay, but chala plants, especially in dicot plants, okay, they occur in layers below epidermis. This type of collenchyma present as a layer below epidermis. Epidermis ന്റെ താഴെയായിട്ട് ഒരു ലെയർ ആയിട്ട് കാണാം. എപ്പിഡെർമിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് എ പ്ലാന്റ്. ഒരു പ്ലാന്റിന്റെ ഏറ്റവും പുറത്ത് കാണുന്നതാണ് the epidermis. They occur as a homogeneous layer. That is, either they occur as a homogeneous layer or patches. അപ്പോൾ ചില കേസിൽ എങ്ങനെ കാണാം? ദേ ഒക്കർ ആസ് എ ഹോമോജീനസ് ലെയർ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലെയർ ആയിട്ട് കാണാറുണ്ട്. ചില കേസിൽ എങ്ങനെയാണ്? ദേ ഒക്കർ ആസ് എ പാച്ചസ്, ചെറിയ ചെറിയ പാച്ചസ് ആയിട്ട്, പാർട്ട് പീസ് ആയിട്ട് കാണാറുണ്ട്. അതിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് പറയുന്നത്. ചിലപ്പോൾ കണ്ടിന്യൂസ് ലെയർ ആയിട്ട് കോളൻകൈമ കാണാം, ചിലപ്പോൾ പാച്ചസ് ആയിട്ട് അവിടെ മാത്രമായിട്ട് കാണാം. ഓക്കെ, ദ നെക്സ്റ്റ്, സെൽസ് ആർ തിക്കൻഡ്. ദെൻ ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, സെൽസ് ആർ തിക്കൻഡ്. Parenchyma means cells are thin, അതായിരുന്നു ക്യാരക്ടർ. ആൻഡ് ഹിയർ ഇറ്റ് ഇസ് cells are thickened ആണ്, തിക്കാണ്, കട്ടിയുള്ളതാണ്. thickened at the corners, that is the important points. Corner thickened cells are called dash. What? That is collenchyma. Corner collenchyma, അങ്ങനെ ഓർത്തു വെക്കുക. Cells are thickened at the corners and due to, that is, this thickening is due to deposition of cellulose. Cellulose means it is a basic thing, എല്ലാത്തിലും ഉണ്ടാവും cellulose, but here parenchyma only cellulose cell wall, so it is very thin. അപ്പോൾ ഇവിടെ എന്താണ്? തിക്കാണ്. സോ ബിസൈഡ് ദ സെല്ലുലോസ് ഇറ്റ് കണ്ടെയ്ൻ വെരി എക്സ്ട്രാ മെറ്റീരിയൽ ലൈക്ക് ഹെമിസെല്ലുലോസ് ആൻഡ് pectin. Okay, so this point it is very important. Here in collenchyma, cells are thickened at the corners due to the deposition of cellulose, hemicellulose and pectin. The next, cells may be oval, spherical or polygonal. Okay, cells may be oval, spherical or polygonal. That is, it's a shape. Oval, spherical or polygonal.
but intercellular space are absent. Though they are oval or spherical in shape, intercellular space are ആബ്സെൻറ്റ് അല്ലേ. അതെങ്ങനെയായിരിക്കാം? ഓവൽ സ്പെറിക്കൽ ഷേപ്പ് ആവുന്ന സമയത്ത് ഇങ്ങനെയുള്ള സെൽസ് ആണ് ഉണ്ടാവുക. ബട്ട് ഇൻ്റർസെല്ലുലാർ സ്പേസസ് വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള സെൽസ് അറേഞ്ച് ചെയ്യുമ്പോൾ ഇൻ്റർസെല്ലുലാർ സ്പേസസ് വരും. ബട്ട് സ്പേസ് ആബ്സെൻ്റ് ആണെന്ന് പറയുന്നു. വൈ ഇൻ്റർസെല്ലുലാർ സ്പേസ് ആർ ആബ്സെൻറ്റ്? ദാറ്റ് ഈസ് അറ്റ് ദിസ് ഇൻ്റർസെല്ലുലാർ സ്പേസസ്, ദാറ്റ് ഈസ് അറ്റ് ദ കോർണേഴ്സ് there is a deposition of cellulose, hemicellulose and pectin. അപ്പോൾ ഇങ്ങനെയുള്ള കോർണേഴ്സിൽ ഇതിൻ്റെയൊക്കെ ഡെപ്പോസിഷൻ ഉള്ളത് കാരണം we cannot see this intercellular spaces and their corners are thickened due to this deposition. Okay, that's why intercellular spaces are absent. അതുകൊണ്ടാണ് intercellular space absent ആണെന്ന് പറയാനുള്ള റീസൺ. Okay, so collenchyma cells are arranged like this. Then its function, this one also important. Cells thick ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫങ്ഷൻ ഓർത്ത് വെക്കുക, മെക്കാനിക്കൽ സപ്പോർട്ട്. ഇറ്റ് ഈസ് എ തിക്ക് cell, so it give mechanical support to the plant, especially growing plant part. This gives support to growing plant parts. Plants and growing part ന് support കൊടുക്കുന്നു. And petiole of leaf means ഇതൊരു ലീഫ് ആണെങ്കിൽ this is the petiole, this part അല്ല, ഇതാണ് എന്ത് petiole. this പാർട്ടിന് സപ്പോർട്ട് കൊടുക്കും. ലീഫ് ഇങ്ങനെ കാറ്റിൽ ആടി കളിക്കും, അതേപോലെ ഒരു സ്റ്റെമ്മൊക്കെ ഇങ്ങനെ കാറ്റിൽ ബെൻഡ് ചെയ്യും. ആ ബെൻഡ് ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിപ്പോവാതെ സപ്പോർട്ട് കൊടുക്കുന്ന സ്ട്രക്ചറാണ് എന്ത് കോളൻകൈമ. ഓക്കെ, സോ ദിസ് കോളൻകൈമ ആക്ച്വലി ഗിവ് എ ഫ്ലെക്സിബിലിറ്റി ആൻഡ് ദേ പ്രിവെൻറ്റ് ദ സ്റ്റെം ആൻഡ് ലീഫ് ഫ്രം ബ്രേക്കേജ് അല്ലേ, പൊട്ടിപ്പോകുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നതും ഈ കോളൻകൈമയാണ്. ക്ലിയർ? സോ ദിസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ഓഫ് കോളൻകൈമ. Then go to our third type of simple tissue, that is sclerenchyma. Okay, then sclerenchyma is our third type of simple tissue. Then go to the characters. They are long narrow cells with thick and lignified cell wall. It's very important point. They are also thick ആണ്, കട്ടിയുള്ളതാണ് സെൽ വോൾ, ആൻഡ് ദേ ആർ ലിഗ്നിഫൈഡ് സെൽ വോൾ. ദാറ്റ് ഇസ് ദിസ് തിക്നെസ് ഈസ് ഡ്യൂ ടു ദ ഡെപ്പോസിഷൻ ഓഫ് ലിഗ്നിൻ. ഓക്കെ, ലിഗ്നിൻ ഡെപ്പോസിഷൻ ഉള്ളത് കൊണ്ടാണ് ഇറ്റ് ഈസ് വെരി തിക്ക്, ലിഗ്നിൻ. സോ the cellulose is there and extra lignin deposition, that's why the cell wall is very thick and lignified. The next, they are dead cells. Okay, this sclerenchyma means they are dead cells, not living അല്ല, ഇങ്ങനെയാണ് ഡെഡ് ആയിട്ടുള്ള സെൽസ് ആണ്. വിത്തൗട്ട് ക്ലോറോപ്ലാസ്റ്റ് ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ കോളൻകൈമ പറഞ്ഞ സമയത്ത് ഒരു പോയിന്റ് വിട്ടുപോയതാണ്. കോളൻകൈമ കേസ് സെക്കൻഡ് വണ്ണിൽ എന്താണ്, ചില കോളൻകൈമയിൽ ക്ലോറോപ്ലാസ്റ്റിൻ്റെ പ്രസൻസ് കാണാറുണ്ട്. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് പ്രസൻസ് ആണെങ്കിൽ ദേ ക്യാൻ പെർഫോം ഫോട്ടോസിന്തസിസ്. സോ യു ക്യാൻ റൈറ്റ് ഡൗൺ ദ ക്യാരക്ടർ ഓർ ഫങ്ഷൻസ് ഓഫ് കോളൻകൈമ മീൻസ് നോട്ട് ഓൺലി മെക്കാനിക്കൽ support, they also helps in assimilation or photosynthesis if it contain chloroplast. Okay, but here this sclerenchyma means there is chloroplast is absent, not present. So next, based on origin, development, structure, this sclerenchyma again divided into two types. രണ്ട് ടൈപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. Of this first one is called what? Fibers. എന്താണ് പറയുന്നത്? ഫൈബേഴ്സ്, നാരുകൾ എന്ന് നമ്മൾ മലയാളത്തിലൊക്കെ പറയും, ഫൈബർ. ആൻഡ് സെക്കൻഡ് ഇസ് കോൾഡ് വാട്ട്? സ്ക്ലീറൈഡ്സ്. ഫൈബേഴ്സ് ആൻഡ് സ്ക്ലീറൈഡ്സ്, SCLEREIDS, സ്ക്ലീറൈഡ്സ്. അപ്പോൾ ഒന്നാമത്തെ ഫൈബർ പേര് പോലെ തന്നെ എന്തായിരിക്കും? ദേ ആർ തിക്ക് വാൾഡ്, ഇലോങ്ങേറ്റഡ് ആൻഡ് പോയിൻറ്റഡ് സെൽസ്. അപ്പോൾ തിക്ക് വാൾഡ് ആണ്, ഇലോങ്ങേറ്റഡ് ആൻഡ് പോയിൻറ്റഡ് സെൽസ്. അപ്പോൾ ഒരെണ്ണം വലുതാക്കി വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് അതിൻ്റെ സ്ട്രക്ചർ വരിക. ദേ ആർ ഇലോങ്ങേറ്റഡ്, നീളത്തിലുള്ള സെൽസ് ആണ്. ആൻഡ് ദിസ് ഈസ് വെരി തിക്ക് വോൾ ആണ്, തിക്ക് സെൽ വോൾ. ഓക്കെ, ദെൻ ക്യാരക്ടേഴ്സ് നോക്കാം. അപ്പോൾ പോയിൻറ്റഡ് ആയിട്ടുള്ള, രണ്ട് സൈഡും പോയിൻറ്റഡ് ആയിട്ടുള്ള സെൽസ് ആണിത് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ കാണുന്ന ഈ ഗ്യാപ്പ്, ഈ ഒരു സ്പേസ് നമ്മൾ ലൂമൻ എന്നാണ് പറയുക, ലൂമൻ. ഓക്കെ, ലൂമൻ എന്നാണ് ഈ ഒരു സ്ട്രക്ചർ നമ്മൾ പറയാം. ഇവിടെ കാണുന്നത് ഈ പിറ്റാണ്, പിറ്റ്, ചെറിയ ചെറിയ പിറ്റ് ഓർ ലൂമൻ. നെക്സ്റ്റ് സ്ക്ലീറൈഡ്സ് നോക്കാം. സ്ക്ലീറൈഡ്സ് മീൻസ് ദേ ആർ സ്പെറിക്കൽ, ഓവൽ ഓർ സിലിണ്ട്രിക്കൽ, ഹൈലി തിക്കൻഡ് ഡെഡ് സെൽസ് വിത്ത് ലൂമൻ. അപ്പോൾ ഇത് നീളത്തിലാണെങ്കിൽ ഫൈബേഴ്സ് എന്ന് പറയുന്നു. ഇതേ സാധനം നമ്മൾ റൗണ്ട് ആയിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ ദേ ആർ കോൾഡ് വാട്ട്? സ്ക്ലീറൈഡ്സ്. അപ്പോൾ ഇതിനെയാണ് സ്ക്ലീറൈഡ്സ് എന്ന് പറയാം. അപ്പോൾ
അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഷേപ്പ് ജസ്റ്റ് ഇത് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് ഒരു ഷേപ്പ് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഈ രീതിയിൽ ഇങ്ങനത്തെ രീതിയിലാണ് കാണുന്നതെങ്കിൽ എന്നിട്ട് തിക്ക് വോളായിട്ട് കാണുന്നത് ദാറ്റ് ഈസ് സ്ക്ലീറൈഡ്സ്. അപ്പോൾ സ്പെറിക്കൽ ഓർ ഓവൽ ഓർ സിലിണ്ടറിക്കൽ ഹൈലി തിക്കൻഡ് ഡെഡ് സെൽസ് വിത്ത് ല്യൂമൻ. അപ്പോൾ ഇടയിൽ കാണുന്ന ദിസ് ഗ്യാപ്പ് ഇതാണ് എന്ത് ല്യൂമൻ ഓർ പിറ്റ് എന്ന് പറയും, ല്യൂമൻ ഓർ പിറ്റ്. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് സ്ക്ലീറൈഡ്സ് എവിടെയൊക്കെയാണ് സ്ക്ലീറൈഡ്സ് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഫൗണ്ട് ഇൻ ഫ്രൂട്ട് വാൾ. ചില ഫ്രൂട്ട്സിൻ്റെ വാളിൽ കാണാറുണ്ട് പുറത്ത്, ലൈക്ക് നട്ട്സിൻ്റെ ഒക്കെ പുറത്ത് കാണുന്ന ആ ഒരു കട്ടി, അതിന് ഈ ഒരു പേരാണ് കൊടുത്തത്. എന്താണ് ഇത്? സ്ക്ലീറൈഡ്സിൻ്റെ പ്രസൻസ് ആണ്. ഓർ ഫ്രൂട്ട് പൾപ്പ് അല്ലെ, ചില ഫ്രൂട്ട്സിൻ്റെ പൾപ്പിൽ, ഫോർ എക്സാമ്പിൾ ഏറ്റവും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന സ്ക്ലീറൈഡ്സ് മീൻസ് സപ്പോട്ട അല്ലേ, കേട്ടിട്ടുണ്ടാവുമല്ലോ. ഫ്രൂട്ട് പൾപ്പിന് എക്സാമ്പിൾ നമ്മൾ സപ്പോട്ട ഓർക്കാം. ഇപ്പോൾ സപ്പോട്ട നിങ്ങൾ ജ്യൂസൊക്കെ കുടിക്കുന്ന, ചിക്കു ഒക്കെ കഴിക്കുന്ന സമയത്ത് അതിലൊരു തരി പോലെയുള്ള സാധനം ഉണ്ടാവും അല്ലേ, ആ തരി പോലെ ഇരിക്കുന്ന സാധനമാണ് ശരിക്കും എന്ത്? സ്ക്ലീറൈഡ്സ്. ഓക്കെ. അതുപോലെ ഗുവ, പേരയ്ക്ക അതിലുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണുന്ന ഏതിനാണ്? സപ്പോട്ട. അപ്പോൾ അതിലൊക്കെ കാണുന്ന ഈ പൾപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാം ആ ഒരു ഗ്രെയിനി ആയിട്ടുള്ള അപ്പിയറൻസ് ആണ് എന്ത്? സ്ക്ലീറൈഡ്സ്. Then also it is present in tea leaves. ടീ ലീവ്സ് അറിയാം അല്ലെ, ചായപ്പൊടി, അതിലൊക്കെ ഏറ്റവും തരിതരിയായിട്ട് വരുന്നത് എന്താണ്? സ്ക്ലീറൈഡ്സ് ആണ്. ഓക്കെ. ദെൻ ഫങ്ഷൻസിലേക്ക് പോവാം. ഫങ്ഷൻ മെയിനായിട്ട് എന്താണ്? ക്ലോറോപ്ലാസ്റ്റ് ആബ്സെൻ്റ് ആണ്, സോ ദേ കനോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ഫോട്ടോസിന്തസിസ്. സോ ഇറ്റ്സ് മെയിൻ ഫങ്ഷൻ മീൻസ് മെക്കാനിക്കൽ സപ്പോർട്ട്. ഓക്കെ. അപ്പം ദിസ് ഇസ് വെരി തിക്ക് ടൈപ്പ് ഓഫ് സെൽ. സ്ക്ലീറൻകൈമ മീൻസ് ഇറ്റ്സ് എ സെൽ wall is very thick and lignified, so it can provide mechanical support. This type of sclerenchyma is present in hard area, plant with a hard area, hard surface. For example, സ്റ്റോണി ആയിട്ടുള്ള, അപ്പോൾ കോക്കനട്ട് ഷെൽ അല്ല, ഇറ്റ് ഈസ് വെരി സ്റ്റോണി, ഹാർഡാണ്, അവിടെ എന്താണുള്ളത്? സ്ക്ലീറൻകൈമ. അതുപോലെ നല്ല കട്ടിയുള്ള ഭാഗങ്ങളൊക്കെയാണ് ഇത് കാണുന്നത്? സ്ക്ലീറൻകൈമ. ഓക്കെ. അപ്പോൾ സ്ക്ലീറൻകൈമ പഠിച്ചു. ഇറ്റ് ഈസ് എ ഡെഡ് തിക്ക് വാൾഡ് സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ. ഓക്കെ. ആൻഡ് ഇറ്റ് ഈസ് മെയിൻലി ഡിവൈഡഡ് ഇൻ ടു 2 types, fibers and sclerites, based on its structure. Fibers means elongated, pointed with a thick cell wall. Sclerites means oval or spherical with a thick cell wall. And in between this you can see a small opening like structure that is called a pit or a lumen. The sclerites are mainly present on the surface of some fruit wall or fruit pulp or tea leaves, etc. And its main function is what? Mechanical support. Hello dear students, hope you all understood what we discussed today. In our next class, okay, we will discuss about complex tissue like a xylem and phloem. So let's wind up for today. See you in our next class.